ഹലോ ഗായ്സ്, ആലിസ് വെള്ളോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എന്നിട്ടായിരുന്നു കരിമീൻ മപ്പാസ്. അപ്പം നമുക്ക് കരിമീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ കരിമീൻ ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കാം. ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പുപൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മളത് എന്താണ് റോസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ തന്നെ ഉപ്പുപൊടി അമ്മ അങ്ങോട്ട് വിതറങ്ങോട്ട് വെതറുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണാം. മുളക് പൊടി അമ്മ ആവശ്യത്തിന് ഇടണം കേട്ടോ. കുറച്ചിടുന്നവർക്ക് കുറച്ചിടാം, കൂടുതൽ എടുക്കണം. കൂടുതൽ ഇടുന്നവർക്ക് കൂടുതലും ഇടാം കേട്ടോ. അമ്മ മിക്സ് ചെയ്യാട്ടോ. എല്ലാം കൂട്ടിട്ട് മിക്സ് അങ്ങോട്ട് ചെയ്തിട്ട് ആ മീൻ അങ്ങോട്ട് പൊരിച്ചിട്ട് മപ്പാസ് ഇങ്ങോട്ട് എടുത്ത് വായിലൊന്നും വെക്കുമ്പോണ്ടില്ല ഒരു രസം തന്നെ ഗൈസ്. ഓർത്തിട്ട് ഞാൻ വായിന്ന് വെള്ളം വരുന്നു. വെള്ളം ആണെങ്കിൽ കപ്പിലോടണം അത്ര വെള്ളം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മ എല്ലാം ഈ എല്ലാ പാവത്തോട്ട് അമ്മ ഈ ഇതില്ലേ മസാല ഇങ്ങനെ നല്ലോണം ആക്കണ്ടിട്ടാണ് മിക്സ് ചെയ്യണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല, കാരണം ഇനി നമുക്ക് മപ്പാസിലേക്ക് അത്ര എരിവേണ്ട കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മളത് എടുക്കുക. അപ്പോൾ അതൊന്ന് പിടിക്കട്ടെ. 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം മസാല പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയല്ല തോന്നും. നല്ല മീനുണ്ടോ, ഫ്രഷാണ്, നല്ല ഫ്രഷാണ്. ഇത്തിരി ഫ്രഷാണ്, ഇത്തിരി എന്തായാലും ഉറപ്പായിട്ടും ഫ്രഷാണ്. ഇതാണ് നമ്മുടെ മീൻ. ഇതന്നെ അമ്മ തന്നെ അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്തതുണ്ട്, വറുത്തതെന്നും പറയാം പൊരിച്ചതെന്നും പറയാം. പൊരിച്ചതുണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ട്, ഇഞ്ചി നമ്മൾ കുഴിക്കുഴിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സബോളയുണ്ട്, തക്കാളിയുണ്ട് മെയിനായിട്ട് വേണ്ടത്, പിന്നെ സബോളയുണ്ട്, 1-ാം പാലുണ്ട്, 2-ാം പാലുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചുറ്റി ചൂടായപ്പോൾ ഇനി നമുക്കതിലേക്ക് സബോള ചേർക്കാം. അമ്മ ഇനി നമ്മുടെ സബോള പച്ചമുളക് ഇട്ട് അമ്മ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിടാണ്. അമ്മ കരിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പില വടിച്ചും കൊണ്ട് ഇട്ടാണ് കേട്ടോ. കരിവേപ്പില അമ്മ നല്ലോണം വടിച്ചിടുന്നുണ്ട്. അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ട തക്കാളി ഇടുന്നില്ല. ഇത്തിരി നേരെ കഴിഞ്ഞിട്ടാണ് തക്കാളി ഇടുക. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മസാലകൾ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനൊരു
ചെറിയ ടീസ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വലിയ ടീസ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശരിക്കും മപ്പാസിൽ കുരുമുളക് പൊടിയാണ് ഇതായിട്ട് നിൽക്കുക, തൂക്കത്തിൽ നിൽക്കുക. അപ്പോൾ മസാല ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനി തിളച്ച് ഇതായി സെറ്റായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതായി വരുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്ത് മീനിന് വേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കുക്കായിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് വാങ്ങിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി നന്നായി തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീനെ ചേർത്ത് കൊടുക്കാം. ചിലത് പൊടിഞ്ഞു വേണ്ട. എല്ലാ കരിമീനും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ കരിമീനും ഇതിൽ ചേർത്ത് കൊടുത്തു. ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അതായത് നമ്മുടെ കട ശരിക്കും നന്നായി കുറുതായി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കറി നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ദെൻ ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1-ാം പാലാണ്. നന്നായി ഇളക്കിയിട്ട് 1-ാം പാൽ ഞാൻ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി തിളക്കരുത്. വരുമ്പോഴേക്കും നമുക്ക്
നമ്മുടെ കരിമപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ കരിമീൻ മപ്പാസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെർവ് ചെയ്തേക്കാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പം, നൂൽപുട്ട്, ഇഡലി, ദോശ ഇതിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, ഡിഷാണ്. നമുക്ക് കരിമീൻ മപ്പാസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആരാധ്യനെ വിളിക്കാം. ആരാധ്യ, കമോൺ. ആരാധ്യ എത്തിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ആരാധ്യക്ക് കൊടുക്കാം. ഇഡലിയാണ് വേണ്ടത്. ഒരു ഇഡലി വെച്ചെടുക്കുന്നു. കരിമീൻ അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ. കരിമീൻ മപ്പാസ് കഴിച്ചു. സൂപ്പർ കിടക്കാച്ചിയായി. അപ്പൊ നല്ല മുള്ളുണ്ടോ, കൊറേ മുള്ളെന്ന് പറഞ്ഞു, കൊറേ മുള്ള. അപ്പൊ നമുക്ക് ഇത്തിരി കിട്ടിയിട്ട് നമ്മുടെ മീനും ഗ്രേവിയും കൂട്ടി നമുക്കൊരു പിടി പിടിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ. നിങ്ങളിത് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണൊക്കെ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം. ടാറ്റാ.